Transient currents. This is our third module. Here the chapter discusses types of transients, DC transient currents in RL circuits, then its decay or short circuit current, then time constant, DC transient current and RC circuits, double energy transients, then theory of BG. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. Then first of all, there is an introduction to transient current. Transients means you know that it lasts for a short time or it is only temporary status. അതാണ് ട്രാൻസിയൻറ്റിൻ്റെ അർത്ഥം. കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് ട്രാൻസിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസിയൻറ്റ് കറൻസ് മീൻസ് ദ കറൻസ് അല്ലെങ്കിൽ വോൾട്ടേജസ് ആവാം. കറൻസ് അല്ലെങ്കിൽ വോൾട്ടേജസ് എക്സിസ്റ്റ് ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. After that short period, the quantity or the current or voltage becomes steady. This is the meaning of transient current. Okay. Then, when a circuit is connected to a DC generator or a battery, steady current flows. You know that the difference between DC and AC. DC means the current flows in the same direction, but in AC, the current changes its direction alternately. Okay, you know that both the concept. Then the transient current exists in both AC and DC. The next, what are the situations in which transient currents produced? And first of all, transient currents are produced when a circuit is suddenly connected to or disconnected from a supply. ഓക്കെ, നമ്മൾ പെട്ടെന്നൊരു സർക്യൂട്ടിൽ പവർ സപ്ലൈ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യുക ചെയ്യുമ്പോഴാണ് അവിടെ ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓർ അതർവൈസ് ദർ ഇസ് എ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് മീൻസ് ഇപ്പോൾ നമുക്കറിയാം രണ്ട് വയേഴ്സ് തമ്മിൽ ഷോർട്ട് ആകുമ്പോൾ നമ്മൾ പറയാമല്ലേ, ഷോർട്ട് ആവും, നെഗറ്റീവും പോസിറ്റീവും സെയിം ഒന്നിച്ച് വരുമ്പോൾ ഷോർട്ട് ആവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇഫ് ദർ ഇസ് എ ഷോർട്ട് in the circuit. Then another case is if there is a sudden change in the applied voltage from one infinity value to another. നമ്മൾ പറയാറുണ്ട് സർക്യൂട്ടിൽ ഫ്ലക്ച്വേഷൻ വരുന്നൊക്കെ പറയാറുണ്ട് അല്ലേ, പെട്ടെന്ന് വോൾട്ടേജ് കൂടുകയോ പെട്ടെന്ന് വോൾട്ടേജ് കുറയുകയോ ചെയ്യാം. ഓക്കെ, നോർമലായിട്ട് തന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന സർക്യൂട്ട് പെട്ടെന്ന് കറണ്ട് കൂടുക പെട്ടെന്ന് കറണ്ട് കുറയുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും ഇവിടെ ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നോർമലി നമുക്ക് പറയുകയാണെങ്കിൽ വെൻ എ സർക്യൂട്ട് സ്വിച്ചസ് ഓൺ or switches off. These are the two conditions, main conditions when transient currents produced. See, when a circuit switches on, the current or charges grows. കറണ്ട് പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനീഷ്യലി കറണ്ട് ഈസ് 0. Then when we switches on the circuit, the current increases to maximum value. Here we can say that the current grows എന്ന് പറയുന്നത് current is growing എന്ന് പറയാം. When the circuit is switches off, the current or charges decays in the circuit or the current decreases to a minimum value. Okay, so in these situations, in normal cases, in these two situations when the circuit is switch off and switch on, the transient currents are produced. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഡൻ ചേഞ്ചസ് അത് വേറെയുണ്ട്. ദെൻ അതുപോലെ ഈ ഒരു മാത്രമല്ല വെൻ ദ ട്രാൻസിഷൻ ഒക്കേഴ്സ് ദർ ഇസ് എ പീരിയഡ് ഓഫ് ടൈം. എപ്പോഴും നമുക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ അത് ഡീകേ ടു മിനിമം വാല്യൂ ഓർ ഗ്രോസ് ടു മാക്സിമം വാല്യൂ. ഈ ഒരു പീരീഡാണ് നമുക്ക് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ അത് സർക്യൂട്ടിൽ ഒരുപാട് സമയം അത് നമുക്കറിയാം ഇറ്റ്സ് എ വെരി വെരി ഷോർട്ട് ടൈം, നമുക്കതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ. അത്രയും വളരെ ഷോർട്ട് ടൈമിലാണിത് ട്രാൻസിയൻറ്റ് കറണ്ട് ഗ്രോ ചെയ്യണതും ഡീകേ ചെയ്യണതും. ശരിക്കും നമുക്കപ്പോൾ ഒരു കറക്റ്റ് ഡെഫിനിഷൻ ഫോർ എ ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് ലൈക്ക് ദാറ്റ് ദ ടെമ്പററി ഇഫക്ട്സ് ഓൺ കറണ്ട് ഓർ ചാർജ് ആൻഡ് വോൾട്ടേജസ് ആർ കോൾഡ് ട്രാൻസിയൻസ്. Temporary effects on current and voltages are called transients. After the transition stage, the circuit said to be in steady state. ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സർക്യൂട്ടിലെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ബിക്കം സ്റ്റഡി വാല്യൂ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ട്രാൻസിയൻറ്റ് കറണ്ട്. Then
ഇനി എങ്ങനത്തെ സർക്യൂട്ട്സ് നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ട് കാണാൻ പറ്റുകയാണ്. ട്രാൻസിയൻറ്റ് കറണ്ട് സീൻ ഇൻ ദ സർക്യൂട്ട് ഹാവിങ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് അലോങ് വിത്ത് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്ററിൻ്റെ കൂടെ ഇൻഡക്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്റൻസോ അല്ലെങ്കിൽ ഇത് മൂന്നും കൂടിയുള്ള സർക്യൂട്ട്സുകളാണ് സാധാരണ ട്രാൻസിയൻറ്റ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമലി ഒരു പുതിയ എനർജി ക്രിയേറ്റ് ചെയ്യല്ല ആക്ച്വലി. ദ എനർജി ഓൾറെഡി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട് ഇൻ ദ കമ്പോണൻസ്, അല്ലെങ്കിൽ അതാണ് എന്തായിട്ട് മാറുന്നത് ട്രാൻസിയൻറ്റ് നേച്ചർ കാണിക്കുന്നത്. അപ്പോൾ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് കറണ്ട് ഓർ ചാർജ്. അപ്പോൾ ആ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് അല്ലെങ്കിൽ കറണ്ടാണ് എന്തിന് റീസൺ, ഈ ട്രാൻസിയൻറ്റ് നേച്ചർ കാണാനുള്ള റീസൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലതതിനെ നമ്മൾ അപ്ലൈഡ് EMFനെ ഒപ്പോസ് ചെയ്യും, ചിലതതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കപ്പാസിറ്റേഴ്സിലും ഇൻഡക്ടേഴ്സിലും സ്റ്റോർ വെച്ചിരിക്കുന്ന എനർജി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ റീസൺ ഫോർ ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ദി കറണ്ട്. ഇനി നമുക്കറിയാം ഇൻ എ റെസിസ്റ്റർ ദർ ഈസ് നോ എനർജി. നമുക്ക് ഇൻഡക്റ്റൻസ് നമുക്കറിയാം അവിടെ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഈസ് സ്റ്റോർഡ്. ഇൻ എ കപ്പാസിറ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഈസ് സ്റ്റോർഡ്. ബട്ട് ഇൻ എ റെസിസ്റ്റർ ദർ ഈസ് നോ എനർജി സ്റ്റോർഡ്. സോ ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട്. അതായത് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ട്സിൽ ഒരിക്കലും ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ടിൽ എന്ത് വേണം, റെസിസ്റ്റൻസിൻ്റെ കൂടെ ഇൻഡക്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ വേണം. ഓക്കെ, ക്ലിയർ. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രാൻസിയൻസ്. ഈ ട്രാൻസിയൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ എനർജി ട്രാൻസിയൻറ്റ്. ദെൻ വാട്ട് ഈസ് സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ്? The transients in which only one form of energy, that is either electromagnetic or electrostatic energy is involved. ഈ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ കേസിൽ ഒന്നുകിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ലൈക്ക് ഇൻഡക്റ്റർ ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആസ് ഇൻ കപ്പാസിറ്റർ. ഇതിലേതെങ്കിലും ഒന്ന് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനെ സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് RL സർക്യൂട്ട് അല്ലെങ്കിൽ RC സർക്യൂട്ട്. Then double energy transients, the transients which involves both electromagnetic and electrostatic energy. That is, the circuit includes both inductance and capacitor along with the resistor. Example, RLC circuit. Then another type of classification is there are 5 types. There are 5 types of classification. As first one is initiation transients. Here, if the circuit is, suppose a circuit is already dead, when the circuit is energized, നമ്മൾ സർക്യൂട്ടിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ when circuit is energized, അല്ലെങ്കിൽ when a circuit is energized which is already dead. അപ്പോൾ when a dead circuit is energized, the transients produced are called ഇനീഷിയേഷൻ ട്രാൻസിയൻസ്. അപ്പോൾ ഓൾറെഡി ഡെഡായ ഒരു സർക്യൂട്ട് എനർജി കൊടുക്കുമ്പോൾ, നമ്മൾ സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, അതാണ് ഇനീഷിയേഷൻ ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. ഇനി സബ്സിഡൻസ് ട്രാൻസിയൻറ്റ്, അതായത് വെൻ എ എനർജൈസ്ഡ് സർക്യൂട്ട് ഈസ് റാപ്പിഡ്ലി ഡീ എനർജൈസ്ഡ്. ഓക്കെ, അപ്പോൾ ദെൻ ഇറ്റ് റീച്ചസ് സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് സീറോ കറണ്ട്. നമുക്കറിയാം ഓൾറെഡി എനർജൈസ്ഡ് ഉള്ളൊരു സർക്യൂട്ട്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ അപ്പോൾ സപ്പോസ് സ്വിച്ച് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്തായി, അത് ഡീ എനർജൈസ്ഡ് ആയി, നമ്മൾ അതിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഡീ എനർജൈസ്ഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ഡീകെ ആണ്. അപ്പോൾ ട്രാൻസിയൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദിസ് ട്രാൻസിയൻസ് ഡിക്രീസസ് ടു സീറോ കറണ്ട് ഓർ വോൾട്ടേജ്. ഓക്കെ, അത് RL സർക്യൂട്ടും RC സർക്യൂട്ടിലെ ഡീകെ, 2 സർക്യൂട്ടും ഡീകെ ഉണ്ട്. ഡീകെ ഇൻ RL സർക്യൂട്ട് ആൻഡ് RC സർക്യൂട്ട് ആർ എക്സാമ്പിൾസ്. Then transition transients means if there is a sudden but energy changes from one steady state to another. ഒരു സ്റ്റഡി സ്റ്റേറ്റ് മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്കുള്ള പെട്ടെന്ന് സഡൻ ചേഞ്ച് അങ്ങനെ വരുന്ന കേസിലാണ് ഈ ട്രാൻസിഷൻ ട്രാൻസിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. Then complex transients, if due to 2 independent disturbances, if there are 2 currents are simultaneously produced. ഓക്കെ, 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡൻറ്റ് റീസൺ കാരണം ഒരു സർക്യൂട്ടിൽ when 2 transients are produced simultaneously, then the resultant transient produced is called complex transient. The next one is relaxation transient. Here
ദ ട്രാൻസിഷൻ ഒക്കെ സൈക്ലിക്കലി ടുവേർഡ്സ് ദ സ്റ്റേറ്റ്. സൈക്ലിക്കലി നമുക്കറിയാം, ഒന്ന് എന്താണ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡീക്കെ അങ്ങനെ. അപ്പോൾ അത് സൈക്ലിക്കായിട്ട് സംഭവിക്കാം. ഈ റിലാക്സേഷൻ ട്രാൻസിയൻസിൽ ദ ട്രാൻസിഷൻ ഒക്കേഴ്സ് സൈക്ലിക്കലി. ഇത്ര ഓർത്താലും മതി. അപ്പോൾ നമുക്കറിയാം സൈക്ലിക്കലാകുമ്പോൾ അവിടെ എന്തായിരിക്കും, അത് സർക്യൂട്ട് അൺസ്റ്റേബിൾ ആയിരിക്കും. സൈക്ലിക്കലി ട്രാൻസിയൻ്റ് ആണ് വിത്ത് ദീസ് കോസസ്, അല്ലെങ്കിൽ ദിസ് മേക്ക് ദ സർക്യൂട്ട് അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രാൻസിയൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതൊന്നൊക്കെ നമുക്ക് ഷോർട്ട് ആൻസർ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രാൻസിയൻസും, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് 5 ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസിയൻറ്റ് കറൻസ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ട്രാൻസിയൻറ്റ് കറൻറ്റ്. ഇപ്പോൾ ഇത്രയും ഷോർട്ട് ആൻസേഴ്സ് ഈ ഒരു സെഷൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.